സംസ്ഥാന ബജറ്റിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു. കോൺഗ്രസ് സംസ്ഥാനത്ത് ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. നികുതി നിർദ്ദേശങ്ങൾ പിൻവലിക്കും വരെ ശക്തമായ സമരം നടത്തുമെന്നാണ് KPCC പ്രഖ്യാപനം. ഇന്ന് ചേരുന്ന BJP സംസ്ഥാന സമിതി യോഗവും പ്രക്ഷോഭത്തിന് രൂപം നൽകും. വിശദാംശങ്ങൾ ശരത് കെ ശശി നൽകും. ശരത്, ഇതൊരു പകൽക്കൊള്ളയാണ് ഈ ബജറ്റ് എന്നായിരുന്നു ഇന്നലെ തന്നെ പ്രതിപക്ഷം ഇതിനെ വിശേഷിപ്പിച്ചത്. എങ്ങനെ ഈ പ്രതിഷേധം കൊണ്ടു നടക്കാനാണ് ഉദ്ദേശിക്കുന്നത്? പ്രതിപക്ഷം ഇന്ന് കരിദിനമായി ആചരിക്കുന്നു. അതുപോലെ തന്നെ BJPയും പ്രതിഷേധത്തിന്റെ പാതയിലേക്ക് വരികയാണ്. എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക? ഫിജി, ധനമന്ത്രി KN ബാലഗോപാൽ അദ്ദേഹത്തിന്റെ ബജറ്റ് അവതരണം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. ആ പ്രതിഷേധം സഭയ്ക്ക് പുറത്ത് തെരുവിൽ വ്യാപിപ്പിക്കാനുള്ള തീരുമാനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് കഴിഞ്ഞ ദിവസം അടിയന്തര KPCC യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഇന്ന് സംസ്ഥാനമൊട്ടാകെ കരിദിനം ആചരിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പകൽക്കൊള്ളയാണ്, നികുതി കൊള്ളയാണ് സംസ്ഥാന സർക്കാർ ഈ ബജറ്റിലൂടെ നടപ്പാക്കിയിരിക്കുന്നത് എന്ന രൂക്ഷമായ വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. ഏതായാലും സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഈ വലിയ രീതിയിൽ ഈ ഒരു ബജറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്ന ബജറ്റിലെ നിർദ്ദേശങ്ങൾ ഒരു രാഷ്ട്രീയമായ ഒരു സർക്കാരിനെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ആയുധമായി ഉപയോഗിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കരിദിനം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് DCCകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ രാവിലെ നടക്കും. അതോടൊപ്പം തന്നെ വൈകിട്ട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഓരോ മണ്ഡലം കേന്ദ്രങ്ങളിലും പന്തംകൊളുത്തി പ്രകടനത്തിനുമാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടും അവസാനിപ്പിക്കില്ല, പകരം വരുന്ന ദിവസങ്ങളിലും ശക്തമായ സമരം നടത്തും എന്നാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. ഈ നികുതി നിർദ്ദേശങ്ങൾ ഒരു കാരണവശാലും നീതീകരിക്കാൻ സാധിക്കാത്തതാണ്. ആ തീരുമാനങ്ങൾ പിൻവലിക്കുന്നത് വരെയും സമരം ചെയ്യും എന്നതാണ് കഴിഞ്ഞ ദിവസം KPCC യോഗത്തിന് ശേഷം ഔദ്യോഗികമായി പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുള്ള കാര്യം. ആ രീതിയിൽ സമരപരിപാടികൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊച്ചിയിൽ കരിങ്കൊടി കാണിക്കുന്ന സാഹചര്യമുണ്ടായി. സെക്രട്ടേറിയറ്റിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അത് ചെറിയ ഒരു സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു. അതൊരു സാമ്പിൾ ഡോസ് മാത്രമാണെന്നും വരുന്ന ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും കോൺഗ്രസ് പറയുന്നു. മറുവശത്ത് BJPയും ആ രീതിയിൽ ശക്തമായ സമരപരിപാടികൾ തന്നെയാണ് ആലോചിച്ചിരിക്കുന്നത്. ഇന്ന് BJPയുടെ സംസ്ഥാന സമിതി യോഗം കൊച്ചിയിൽ ചേരുന്നുണ്ട്. സർക്കാരിന്റെ ബജറ്റിനെതിരായ ഒരു പ്രചരണ പരിപാടികൾ സജീവമാക്കുക എന്നുള്ളതാണ് BJP ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര ബജറ്റിനെയും സംസ്ഥാന ബജറ്റിനെയും താരതമ്യം ചെയ്തുകൊണ്ട് കേന്ദ്ര ബജറ്റിന്റെ മേന്മകൾ എണ്ണിപ്പറഞ്ഞുള്ള പ്രചരണം, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുമുള്ള ഒരു ക്യാമ്പയിൻ, ആ രീതിയിലാണ് BJP ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ വിമർശനങ്ങളൊക്കെ തന്നെ ശക്തമായി ഉയരുമ്പോഴും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഒരു പരിധിവരെ രാഷ്ട്രീയ പ്രേരിതമാണെന്നും തെറ്റിദ്ധരിക്കപ്പെട്ട ചില ആളുകളുണ്ട്, അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാകുമെന്നുമുള്ള ആത്മവിശ്വാസമാണ് CPM കേന്ദ്രങ്ങളും അതുപോലെ തന്നെ സർക്കാർ വൃത്തങ്ങളും പങ്കുവയ്ക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ സംസ്ഥാന ജാഥ ഫെബ്രുവരി 20 ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ വർഗീയതയ്ക്കെതിരെയുമുള്ള ഈ ജാഥയിൽ കൂടി എന്തുകൊണ്ട് ഈ ഒരു നികുതി വർധന ഉണ്ടായി എന്നുള്ള കാര്യം വിശദീകരിക്കാൻ കൂടിയുള്ള അവസരം ഉപയോഗിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരത്ത്, നമ്മൾ കണ്ടതാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഈ ബജറ്റിന് ന്യായീകരണങ്ങളുമായി മീഡിയയ്ക്ക് മുന്നിൽ എത്തുന്നത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയുണ്ടായി. എന്ത് ന്യായീകരണമാണ് ഈ ഒരു ബജറ്റിന്റെ നികുതി കൊള്ള അല്ലെങ്കിൽ പകൽക്കൊള്ള എന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് എന്ത് ന്യായീകരണമാണ്, വിശദീകരണമാണ് സർക്കാർ അല്ലെങ്കിൽ ധനമന്ത്രി നൽകാൻ ശ്രമിച്ചിട്ടുള്ളത്? സർക്കാർ സാമ്പത്തികമായി ശ്വാസം മുട്ടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. അതിന്റെ കാരണം സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പിഴവല്ല, പകരം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്വീകരിക്കുന്ന ഒരു നയം, ആ നയം സംസ്ഥാനത്തിനെതിരായ നയമാണ്. അത് സാമ്പത്തികമായി വലിയ ഞെരുക്കം സംസ്ഥാനത്തിന് ഉണ്ടാക്കുന്നു എന്ന് ധനമന്ത്രി വിശദീകരിക്കുന്നു. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, ആ ഒരു സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തിന് നികുതി വർധനയല്ലാതെ മറ്റൊരു വഴിയില്ല എന്നും അദ്ദേഹം വിശദീകരിക്കുന്നത്. വിഭവ സമാഹരണത്തിന് സംസ്ഥാനത്തിന്റേതായ വഴി തേടിയേ പറ്റൂ. നിലവിൽ നികുതി ഈടാക്കാൻ വേണ്ടി സർക്കാരിന് പറ്റുന്നത് മദ്യം, പെട്രോൾ, അതുപോലെ ഡീസൽ തുടങ്ങിയ ചില ഇനങ്ങൾക്ക് മാത്രമാണ്. GST വന്നതോടുകൂടി എല്ലാ ഉൽപ്പന്നങ്ങൾക്കും സർക്കാരിന് ടാക്സ് നിശ്ചയിക്കാൻ വേണ്ടി പറ്റുകയില്ല. അതുകൊണ്ട് സർക്കാരിന് നിശ്ചയിക്കാൻ വേണ്ടി പറ്റുന്ന ഇനങ്ങൾ, ആ ഇനങ്ങൾക്ക് നികുതി കൂട്ടിയാൽ മാത്രമേ വിഭവ സമാഹരണം സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതിന് പിന്നിൽ കേന്ദ്ര നിലപാടാണെന്നാണ് ധനമന്ത്രി വിശദീകരിക്കുന്നത്.
വായ്പാ പരിധി വെട്ടിക്കുറച്ചത് മൂലം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു. അതോടൊപ്പം തന്നെ GST നഷ്ടപരിഹാരം നൽകുന്നില്ല. കേന്ദ്രം നൽകേണ്ടുന്ന സംസ്ഥാനത്ത് നിന്ന് തന്നെ പിരിച്ചെടുത്ത നികുതി വിഹിതം പോലും പൂർണ്ണമായും നൽകാത്ത ഒരു സാഹചര്യം, അവയൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നതിന്റെ ഒരു സ്ഥിതിവിശേഷം, അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് ഈ അവസാന പാദം, ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദം 2700 കോടി രൂപയാണ് ഒറ്റയടിക്ക് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത്. മാർച്ച് മാസം ഒക്കെ തന്നെ 20,000 കോടി രൂപയോളം ചെലവ് വരുന്നതാണ് ഒരു പതിവ് കാഴ്ച. അങ്ങനെ 20,000 കോടി രൂപയോളം ചെലവ് വരേണ്ടുന്ന മാർച്ച് മാസം ഉൾപ്പെടെയുള്ള അവസാന പാദം സർക്കാരിന്റെ കയ്യിൽ ചെലവഴിക്കാനുള്ള തുക എന്ന് പറയുന്നത് 1000 കോടിയിൽ താഴെയാണ്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയതും കേന്ദ്രമാണ്. അത് അദ്ദേഹം ഏറ്റവും ഒടുവിലെ ഉദാഹരണമായി പറയുകയും ചെയ്യുന്നു. ഈ രീതിയിൽ സംസ്ഥാനം സാമ്പത്തികമായി ഇങ്ങനെ ശ്വാസം മുട്ടുമ്പോൾ നികുതി അധിക വിഭവ സമാഹരണത്തിന് ആകെ മുന്നിലുള്ള പോംവഴികൾ ഈ പറയുന്ന പെട്രോളിലും അതുപോലെ തന്നെ ഡീസലിനും മദ്യത്തിലും ഒക്കെ തന്നെ വില വർധന അല്ലാതെ മറ്റ് പോംവഴികളില്ല എന്ന രീതിയിലാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ജനങ്ങൾ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു എന്നുള്ള കാര്യം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജനവികാരം വലിയ തോതിൽ സർക്കാരിനെതിരാകില്ല എന്ന ഒരു വിലയിരുത്തലാണ് അദ്ദേഹം നടത്തുകയും ചെയ്യുന്നത്.